അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ചിന്തകളെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം, നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലം ലഭിക്കാനും ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാനും പറ്റുന്ന ചില ദിക്റുകളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ്, അക്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ആ ഒരു ദിക്റിൻ്റെ ഒരു പ്രത്യേകത, അതുപോലെ ആ ദിക്റിൻ്റെ ഒരു ഗുണം എന്താണ്, ആ ദിക്റ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ആ ദിക്റിൻ്റെ ഒരു ഉദ്ദേശം, അതിൻ്റെ ഒരു അർത്ഥം എന്താണ്, അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് എന്താണ്? ലാ ഹൗല വലാ ഖുവത, അള്ളാഹുവേ ശക്തിയുമില്ല യുക്തിയുമില്ല, ഇല്ലാ ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ടല്ലാതെ ശക്തിയുമില്ല യുക്തിയുമില്ല. ആരാണ് അള്ളാഹു? അൽ അലിയിൽ അലീം, ഉന്നതനായ, മഹത്വമുള്ള, ബഹുമാനിയായ, ഉന്നതനായ റബ്ബിൻ്റെ ശക്തിയല്ലാതെ, റബ്ബിനെ കൊണ്ടല്ലാതെ ശക്തിയില്ല, യുക്തിയില്ല റബ്ബേ. അപ്പം നമുക്ക് ശക്തി ലഭിക്കാൻ, നമുക്ക് യുക്തിയുണ്ടാവാൻ എല്ലാം അള്ളാഹു കനിഞ്ഞരുളണം, അള്ളാഹു വിധിക്കണം, അള്ളാഹു തീരുമാനിക്കണം. നമുക്കൊന്നിനും കഴിയൂല. ഈ ദിക്റ് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മഹത്വമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം പറയാൻ പോകുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഈ ദിക്റ് നിങ്ങൾ വർദ്ധിപ്പിക്കണം. കാരണം ഫഇന്നാ കൻസും മിൻ കുനൂസിൽ ജന്ന, ഈ ദിക്റ് സ്വർഗത്തിൻ്റെ നിധികളിൽ നിന്നുള്ള ഒരു നിധിയാണ്, സ്വർഗനിധികളിൽ നിന്നുള്ള ഒരു നിധിയാണ് ഈ ഒരു ദിക്റ്, ഈ ഒരു ദുആ. വഫീഹാ ശിഫാഉം മിൻ 99 ദാ, 99 രോഗങ്ങൾക്ക് ഇതിൽ ശിഫയുണ്ട്. ആര് പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം. 99 രോഗത്തിന് ഈ ദിക്റിൽ മരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലിക്കൂടെ? മാത്രല്ല ഐസറുഹാ അൽ ഹമ്മു, ഇതിൽ ഏറ്റവും എളുപ്പമായത് ദുഃഖമാണ്. ഇത് കുറഞ്ഞ ദുഃഖമാണ് അർത്ഥം. അപ്പം ദുഃഖം ഏറ്റവും ചെറുതാണ്, നമ്മുടെ കാഴ്ചയിൽ ദുഃഖം വലുതാണ്. പക്ഷേ ഈ ദിക്റുകൾ, ഇത് ഈ ഒരു ദുഃഖം ചെറുതാണ്. അങ്ങനെ അതിലേറെ എത്രയോ വലിയ രോഗങ്ങൾക്ക് ഇതിൽ ശിഫ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, എത്രത്തോളം നമുക്ക് ഇതിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയും, സമാധാനം കണ്ടെത്താൻ കഴിയും. നമ്മൾ പ്രയാസപ്പെടണ്ട, വിഷമിക്കേണ്ട. ഇത് വലിയൊരു ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
നമുക്കെല്ലാവർക്കും അറിയുന്ന ദിക്റാണ് പ്രിയപ്പെട്ടവർ. വേറൊരു ഹദീസ് കൂടെ നമുക്ക് പറയാം. അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ, മൻ ഖാല ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും ഒരാൾ പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എല്ലാ ദിവസവും ഒരാൾ പറയുന്നുണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന്. എന്നാൽ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ 100 മറ 100 പ്രാവശ്യം പറയുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു മനുഷ്യൻ 100 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ലം യുസിബു ഫഖറൻ അബദാ, ഒരിക്കലും ആ മനുഷ്യന് ദാരിദ്ര്യമെത്തുകയില്ല. 100 പ്രാവശ്യം 100 തവണ എല്ലാ ദിവസത്തിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുന്നവനിക്ക് ഒരിക്കലും ദാരിദ്ര്യമെത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നമുക്ക് ഇതിൻ്റെ ഒരു ഫലം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഇതിൻ്റെ ഒരു മഹത്തുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു എല്ലാ വിഷമങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രയാസം അനുഭവപ്പെട്ടാൽ പോലും ഇത് ചൊല്ലിയാൽ മതി എന്ന് റസൂലുള്ളാഹി പറയാണ്. മൻ അബ്ത അലൈഹി റിസ്ഖാ, ഒരാൾക്ക് ഭക്ഷണം ബിന്ദിയാൽ, ഒരാൾ സാമ്പത്തികമായി വിഷമം അനുഭവപ്പെട്ടാൽ, ഫൽയുക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കട്ടെ. ആ പ്രയാസം വന്നാൽ, വിഷമം വന്നാൽ ഇത് പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എല്ലാവരും കേൾക്കട്ടെ. എല്ലാ വിശ്വാസികളിലേക്കും നിങ്ങൾ എത്തിക്കുക, ഷെയർ ചെയ്യുക. അതുകൊണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഇതുകൊണ്ട് ആർക്കെങ്കിലും ഫലം കിട്ടിയാൽ നമ്മളൊക്കെ വിജയിച്ചു, നമ്മളൊക്കെ അനുഗ്രഹീതരാണ്. നമ്മളെ കൊണ്ടൊരാൾക്ക് നന്മ വരട്ടെ. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും ദുആ ചെയ്യണം. ഷഅബാനിൻ്റെ പവിത്രമാക്കപ്പെട്ട രാവുകളും പകലുകളുമാണ്. റമളാൻ നമ്മളിലേക്ക് അടുത്തിരിക്കുകയാണ്. നല്ല നല്ല സമയമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.